അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഒക്കെ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ നാഥ, വിജയിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറത്ത് ത്വാഹയിലെ 104 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും അവസാനമായി പറഞ്ഞുകൊണ്ടിരുന്നത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഒരു ദിക്റായിട്ട്, ഉത്ബോധനമായിട്ട് നൽകിയിട്ടുണ്ട്. വഖദ് ആതൈനാക മിൻ ലദുന്ന ദിക്റ മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ. പരിശുദ്ധ ഖുർആനെ അവഗണിച്ച് കളഞ്ഞാൽ അന്ത്യനാളിൽ വലിയ ഭാരം അയാൾ പേറേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ അന്ത്യനാളിനെ സംബന്ധിച്ചാണ് പിന്നീട് വിശദീകരിച്ചെല്ലാം. ഖാലിദീന ഫീഹ്, അവരതിൽ ശാശ്വതരായി വഹിക്കും, ആ ഭാരം വഹിച്ചുകൊണ്ട്. വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംല, അന്ന് അന്ത്യനാളിൽ അവരുടെ ആ ഭാരം അവർക്ക് ഏറെ ദുർവഹമായിരിക്കും, ദുസ്സഹമായിരിക്കും. യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. ആ ദിവസം കാഹളത്തിൽ ഊതപ്പെടുന്ന നാളിൽ അന്ന് കുറ്റവാളികളെ മുഴുവൻ നീലിച്ചവരായിട്ട്, നീല കണ്ണുള്ളവരായിട്ട് അല്ലെങ്കിൽ നീലിച്ചവരായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടും. യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റ. അപ്പോൾ അവർ പരസ്പരം പതുക്കെ പിറുപിറുക്കുകയാണ്, പതുക്കെ പറയുകയാണ്, ഇല്ലബിസ്തും ഇല്ലാ അശ്റ, നിങ്ങളിവിടെ ഒരു 10 നാളല്ലാതെ ജീവിച്ചിട്ടില്ലല്ലോ. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. അല്ലാഹു പറയാണ്, ഇവർ പറയുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ നാമാണ്. ഇദ് യഖൂലു അംസലുഹും ത്വരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമ. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല നിപുണനായ ആൾ പോലും, കണക്ക് കൂട്ടുന്നതിൽ ഏറ്റവും വിദഗ്ധനായ ആൾ പോലും പറയുന്നത് ഇല്ലബിസ്തും ഇല്ലാ യൗമ, നിങ്ങളിവിടെ ഒരു ദിവസം മാത്രമാണ് താമസിച്ചത് എന്നത്രേ. ഈ ആയത്തുകളിലാണ് 104 വരെ നമ്മൾ എടുത്തത്. അന്ത്യനാളിൽ ഇവിടെ ആ സന്ദർഭത്തിൽ അതിൻ്റെ ഭീകരത കാണുമ്പോൾ ദുനിയാവിൻ്റെ നിസ്സാരത ആ സമയത്താണ് ഓർമ്മപ്പെടുന്നത്. ഇവിടെ ആളുകളോട് പല പ്രാവശ്യം സത്യവിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ദുനിയാവ് കുറച്ചേ ഉള്ളൂ, വളരെ നശ്വരമാണ്, ഏത് സന്ദർഭത്തിലും നീങ്ങിപ്പോകാവുന്നതാണ്, ശാശ്വതമായൊരു ജീവിതം വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതല്ല, ഇവിടെ തന്നെയാണ്, ഇത് തന്നെ കാര്യമായിട്ടുണ്ട്, ഇവിടെ എന്നെന്നും ജീവിക്കുന്നവരാണുള്ള ധാരണയിൽ ജീവിതം തന്നെ, ഈ ദുനിയാവിലെ ജീവിതം വളരെ ആഘോഷമാക്കിയ ആളുകളാണ്. അവർ പരലോകത്തെത്തുമ്പോൾ
അതിൻ്റെ ഭീകരത കാണുമ്പോൾ അവിടുന്ന് പറയുകയാണ്, ഈ ദുനിയാവ് വളരെ കുറച്ചേ അല്ലേ ഉള്ളായിരുന്നുള്ളൂ എന്ന് ആ സന്ദർഭത്തിൽ അവർ പറയുന്നതാണ് ചിത്രം കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം അന്ത്യനാളിൻ്റെ കൂടുതൽ ഭയാനകമായ മറ്റ് രംഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ അള്ളാഹു ക്ഷണിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. വയസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ താങ്കളോട് ചോദിക്കുന്നു. ഈ ദുനിയാവിൽ മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. വയസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുകയും ചെയ്യുന്നു. അനിൽ ജിബാൽ, ജിബാൽ പർവ്വതത്തെ സംബന്ധിച്ച്, പർവ്വതങ്ങളെ സംബന്ധിച്ച്, മലകളെ സംബന്ധിച്ച് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. ഫഖുൽ, അപ്പോൾ പറയുക, അവരോട് പറഞ്ഞേക്ക്, യൻസിഫുഹ റബ്ബി നസ്ഫ. നസഫ തൊട്ട് മുമ്പ് 98-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. അത് നസഫ എന്ന് പറഞ്ഞാൽ പൊടിച്ച് കളയുക, വിതറുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൊടിച്ച് ഭസ്മമാക്കി വിതറി കളയുന്നതിനാണ് നസ്ഫ എന്ന് പറയുക. ലഉഹർരിഖനഹു, ആ സാമിരി ഉണ്ടാക്കിയ ദൈവത്തെ, ആ പശുക്കിടാവിനെ നാം കരിച്ച് കളയുകയും എന്നിട്ട് യൻസിഫുഹ, അതിനെ എന്താണ് വിതറുകയും ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനെ അവിടെ വന്നിട്ടുണ്ട്. ഫഖുൽ, പറയുക, പർവ്വതത്തെ സംബന്ധിച്ച് പറയുക, യൻസിഫുഹ റബ്ബി നസ്ഫ, എൻ്റെ റബ്ബ് അതിനെ പൊടിച്ച് ഭസ്മമാക്കി വിതറിക്കളയും. ഫയദറുഹ ഖാഅൻ സഫ്സഫ, എന്നിട്ട് യദറുഹ, അതിനെ അവൻ ഉപേക്ഷിക്കും, ഈ ഭൂമിയെ അവൻ വിട്ടുകളയും. ഖാഅൻ, ഒരു മൈതാനമായിട്ട്, സഫ്സഫ, നിരനിരപ്പായ ഒരു മൈതാനമായിട്ട് ഈ ഭൂമി അവൻ വിടും. 3 ആയത്തുകൾ പറഞ്ഞത് പർവ്വതവുമായി ബന്ധപ്പെട്ടാണ്. ഒന്നെടുത്ത് നോക്ക്. അവർ ചോദിക്കുകയാണ്, വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ. അതെന്താന്ന് വെച്ചാൽ അവരൊക്കെ താങ്കളോട് ഈ പർവ്വതത്തെ സംബന്ധിച്ച് ചോദിക്കുന്നു. പർവ്വതം, മല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കാലങ്ങളായിട്ട് ഈ ഭൂമി നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അത് മാറ്റൊന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ കാണുന്ന മരങ്ങളൊക്കെ ആണെങ്കിൽ അത് നാശം സംഭവിക്കും, മുറിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ പ്രകൃതിപരമായി തന്നെ അത് നശിച്ചു പോവുകയൊക്കെ ചെയ്യും. മലകൾ അങ്ങനെ നശിക്കുന്നില്ല, അങ്ങനെ നിൽക്കുക. നദികളൊക്കെ ചിലപ്പോൾ വറ്റി വരണ്ടു പോവും, അല്ലെങ്കിൽ ഗതിമാറി ഒഴുകിയെന്നൊക്കെ വന്നേക്കാം. പക്ഷേ ഈ മലകൾ കാലങ്ങളായിട്ട് അങ്ങനെയുള്ള നിലനിൽക്കുന്ന പർവ്വതങ്ങളുണ്ട്. ഈ മക്ക മുശ്രിക്കുകൾ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്ക നമുക്കറിയാം, അവിടെ പോയ ആളുകൾക്കറിയാം, ധാരാളം കുന്നുകൾ, മലകൾ ധാരാളമുണ്ട്. ആ വലിയ കുന്നുകൾ, മലകളൊക്കെ, ഇതൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിൽ സംഭവിക്കുന്ന ഭയാനകതകളെ സംബന്ധിച്ച്, അന്ന് വരാനിരിക്കുന്ന പരിഭ്രാന്തമായ അവസ്ഥയെ സംബന്ധിച്ച്, എല്ലാം നശിപ്പിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ കളിയാക്കി ചോദിക്കുക, ഈ മലൻ്റെ കാര്യമൊക്കെ എന്തായിരിക്കും? അതാണ് അന്ത്യനാളുടെ സന്ദർഭത്തിൽ ഈ മലകളൊക്കെ എന്താവും എന്നാണ് അവരുടെ ചോദ്യം. അതാണ് യസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുന്നു, അനിൽ ജിബാൽ, പർവ്വതങ്ങളെ സംബന്ധിച്ച്. ഫഖുൽ, അപ്പോൾ പറഞ്ഞേക്ക്, യൻസിഫുഹാ റബ്ബി നസ്ഫ, എൻ്റെ റബ്ബ് അതിനെ ഇടിച്ച് പൊടിച്ച് ഭസ്മമാക്കി കളയുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ വാഖിയയിൽ അത് പറയുന്നുണ്ട്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബസ്സാ. ഓരോന്നിനും വരുന്ന സംഭവിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്. അത് ഭൂമി തകർത്ത് നിരപ്പാക്കുക, പർവ്വതങ്ങൾ തച്ചുടച്ചിട്ട് ധൂളികളാക്കി പറത്തിക്കളയുക. എന്തൊക്കെയാ പറയുന്നത് അല്ലേ? ആ അന്ത്യനാളുടെ സന്ദർഭത്തിൽ ഈ ഭൂമിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച, ആ മാറ്റങ്ങളിൽ പർവ്വതം എന്ന് പറയുന്നത് വളരെ കാലങ്ങളായിട്ട് വലിയ ഒരു സവിശേഷതയായിട്ട് കാണുന്നൊരു സാധന. നമുക്കറിയാം, ഈ പർവ്വതങ്ങളാണ് പലപ്പോഴും 2 സംസ്കാരങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിര്. നമ്മുടെ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഹിമാലയത്തെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരമാണെങ്കിൽ മറുഭാഗത്ത് തീർത്തും വ്യത്യസ്തമായ ഒരു ചൈനീസ് സംസ്കാരം അപ്പുറത്തുണ്ട്. ഒരു പർവ്വതം നമ്മുടെ അടുത്ത്, നമ്മുടെ ഈ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പശ്ചിമഘട്ട മലനിരകൾ,
ആ മസ്ജിബുഘട്ട മലനിരകളുടെ അപ്പുറത്തുള്ള സംസ്ഥാനങ്ങൾ വേറെ, അവരുടെ ഭാഷ വേറെ, അവരുടെ വേഷം വേറെ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വേറെ വേറെയാണ്. മലകൾ മനുഷ്യരുടെ സംസ്കാരങ്ങൾക്ക് വേർതിരിക്കുന്നു, അതിർത്തികളായിട്ട് വർത്തിക്കുന്നു. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ വേർതിരിച്ചിരുന്ന മലകളൊന്നും അന്നില്ല. എല്ലാം നിരപ്പാക്കപ്പെടുകയാണ്. കാഅൻ സഫ്സഫ എന്നിട്ട് പറയുന്നത് ഫയദറുഹ, എന്നിട്ട് അവൻ അതിനെ വിട്ടേക്കും. അതിനെന്ന് പറഞ്ഞാൽ ഭൂമിയെ അവൻ ഉപേക്ഷിക്കും. എങ്ങനെ? കാഅൻ സഫ്സഫ. കാ എന്ന് പറഞ്ഞാൽ മൈതാനമാണ്, സഫ്സഫ നിരപ്പായ മൈതാനം. ഭൂമിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഭൂമിയുടെ വളരെ കുറഞ്ഞൊരു ഭാഗത്താണ് കരഭാഗമുള്ളത്. ബാക്കി ബഹുഭൂരിഭാഗം ഉള്ളത് ജലമാണ്, വാട്ടർ ബോഡീസാണ് കൂടുതലുള്ളത്. കുറച്ച് ഭാഗേ ലാൻഡ് ഏരിയ ആയിട്ടുള്ളൂ. അത് തന്നെ അതിൽ കാടുകളുണ്ട്, വലിയ കുന്നുകൾ, പർവ്വതങ്ങളൊക്കെ ഉണ്ട്, താഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അന്ന് പറയുന്ന ഭൂമി മുഴുവൻ ഒരൊറ്റ നിരപ്പ്. പർവ്വതങ്ങളെ സംബന്ധിച്ച് പറയും പോലെ തന്നെ സമുദ്രത്തെ സംബന്ധിച്ചും പറയുന്നുണ്ട്. വറ്റിപ്പോകുന്നത്, അത് കത്തിക്കപ്പെടുന്നത് പല രൂപത്തിൽ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. വൈദൽ ബിഹാറു ഫുജ്ജിറത്തും സുജ്ജിറത്തും സുഇറത്തും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ഈ പ്രകൃതിയുടെ രൂപമൊക്കെ മാറും. ഇപ്പം നമ്മൾ ഭൂപ്രകൃതിയായിട്ട് പർവ്വതങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ട്, പീഠഭൂമികൾ പഠിക്കുന്നുണ്ട്, സമുദ്രങ്ങൾ, പലതരത്തിൽപ്പെട്ട സംഗതികളുണ്ട്, ദ്വീപുകളൊക്കെ ഉണ്ട്. അന്നെല്ലാം ഭൂമിയായി ഒരൊറ്റ നിരപ്പാക്കപ്പെട്ട മൈതാനമാക്കി മാറ്റും. അതാണ് ഫയദറുഹാ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. ലാ തറാ ഫീഹാ, നിനക്കവിടെ കാണാനാവില്ല. ഈ ഭൂമിയിലെ അന്ത്യനാളിനെ സംബന്ധിച്ച് പറയാ, നിങ്ങൾക്കവിടെ കാണാൻ കഴിയില്ല. ഇവജൻ, ഇവജ് എന്ന് പറഞ്ഞാൽ വക്രതക്ക് പറയും, വളവ് തിരിവിനൊക്കെ ഇവജ് എന്ന് പറയും. വല അംത, അംത എന്ന് പറഞ്ഞാൽ ഉന്നതിയാണ്, എലിവേഷൻ, ഹൈറ്റുള്ള സ്ഥലം, ഉയർന്ന സ്ഥലം. അതിൽ എന്തെങ്കിലും ഒരു ഉയർന്ന ഒരു കുന്നുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളവ് തിരിവ് ഒന്നും കാണാത്ത നിരപ്പായ പ്രദേശം. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത. ഭൂമിയുടെ അവസ്ഥ അന്ന് അങ്ങനെ മാറ്റപ്പെടുന്ന ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം സംഭവിപ്പിക്കുന്നത്. അതിൻ്റെ രൂപം മാറ്റിയിട്ട് ഇവിടെ തന്നെയാണ് അത് ഒരുക്കുക എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അല്ലാഹു ആലം എന്താന്നുള്ളത്. ഏതായാലും ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ ആകെ മാറിയിട്ട് പുതിയ ഒരു പ്രകൃതി അതിന് നൽകപ്പെടുകയാണ്. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത. യൗമഇദി യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ല വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. ഒന്ന് അതിൻ്റെ പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങളാണ് പറഞ്ഞത്. അതിലെ പർവ്വതങ്ങൾ ഉടച്ച് ധൂളികളാക്കി പറത്തപ്പെടുന്നതും, അതുപോലെ തന്നെ അതിലെ എല്ലാ കുണ്ടും കുഴിയുമൊക്കെ തൂർന്ന് അതിലെ മുഴുവൻ ഉയർന്ന കുന്നുകളൊക്കെ ഇല്ലായ്മ ചെയ്ത് നിരപ്പാക്കപ്പെട്ട, വക്രതകളില്ലാത്ത നിരപ്പാക്കപ്പെട്ട ഒരു ഭൂമിയാക്കി മാറ്റുന്നു. അതേപോലെ തന്നെ അടുത്തത് പറയണം, യൗമഇദി യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ല. അന്ന് യത്തബിഊൻ, അവർ ഫോളോ ചെയ്യും, ഇത്തിബാ പിന്തുടരും. ആര്? അദ്ദാഇയ, അദ്ദാഇയ ആ വിളിയാളന്. ദാഇ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നവനാ, പ്രബോധകൻ നമ്മൾ പറയാൻ ദാഇ. നമ്മളൊക്കെ ദാഇകളാ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഈ ജനങ്ങളെ ക്ഷണിക്കുവാനുള്ള ബാധ്യത ഉണ്ട് നമുക്ക്. നമ്മളൊക്കെ ദാഇകളാണ് എന്ന് പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാഇയാണ്, സത്യത്തിലേക്ക് വിളിക്കുന്നവനാണ്. ഇവിടെ ഒരു ദാഇയെ അള്ളാഹു പറയാണ്, യൗമഇദി യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ല. അന്ന് ഇവരെല്ലാവരും ഫോളോ ചെയ്യും, പിന്തുടരും. ആരെന്നറിയോ? അദ്ദാഇയ, ആ വിളിയാളനെ, ആ വിളിക്കുന്നവനെ, ആ പ്രബോധകനെ അവർ ഫോളോ ചെയ്യും. ലാ ഇവജ ലഹു, അന്ന് അതിൽ നിന്ന് മാറി നടക്കാൻ. ഇവജ് എന്ന് പറഞ്ഞാൽ വക്രത, വളഞ്ഞു നടക്കുക. ലാ ഇവജ ലഹു, അന്ന് അതിൽ നിന്ന് വളഞ്ഞു മാറാൻ, തെന്നി മാറാൻ അല്ലെങ്കിൽ കുതറി മാറാൻ സാധ്യമല്ല. ശരിക്കും എല്ലാവരും ഫോളോ ചെയ്യും. എന്നിട്ടോ വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. വലിയ ബഹളം കൂട്ടിയ ആളുകളാ. നോക്ക്, വഖശഅത്തിൽ അസ്വാത്. ഖശഅ എന്ന് പറഞ്ഞാൽ ഖുശൂ നമ്മൾ പറയാറുണ്ടല്ലോ,
നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തി ഉണ്ടാവുക, വിനയമുണ്ടാവുക, വിധേയത്വം കാണിക്കുക, ഭയം ഉണ്ടാവുക, അതിനൊക്കെ ഖുശൂ എന്ന് പറയും. ഭയഭക്തിക്കാണ് ഖുശൂ എന്ന് നമ്മൾ പറയാ. ഇവിടെ ഖശഅത്തിൽ അസ്വാത്ത്, സൗത്ത് എന്നുള്ള വാക്കിന്റെ ജംആണ് അസ്വാത്ത്. എല്ലാ ശബ്ദങ്ങളും എല്ലാ ഒച്ചകളും ഖശഅ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുന്നു, വിധേയപ്പെടുന്നു, അല്ലെങ്കിൽ അടങ്ങുന്നു. ഖശഅത്തിൽ അസ്വാത്തു ആർക്ക്? ലിർറഹ്മാൻ, പരമകാരുണികന്. ഫലാ തസ്മഉ, അപ്പോൾ നിനക്ക് കേൾക്കാൻ കഴിയില്ല. ഇല്ലാ ഹംസ, ഹംസ എന്നാണ്, ഹംസ അല്ല. നമ്മൾ ആളുകൾക്ക് പേരിടുന്നുണ്ട്, അത് ഹംസയാണ് അല്ലേ? ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ പേരാണത്. ഇവിടെ ഹംസ എന്നാണ്, ഹാ മീം സീനാണ്. ഹംസ എന്ന് പറഞ്ഞാൽ നേരിയ ശബ്ദം, ചെറിയ കാലൊച്ച, വളരെ പതുങ്ങിയ ഒരു നേർത്ത ശബ്ദം, അതിനാണ് ഹംസ എന്ന് പറയാ. അങ്ങനെ ഒരു പതുങ്ങിയ ശബ്ദമല്ലാതെ മറ്റൊന്നും നീ കേൾക്കുകയില്ല. ഈ ആയത്തൊന്നുകൂടി നോക്ക്. 108-ാമത്തെ ആയത്തിൽ പറയുന്നത്, അന്ന് ഒരു വിളിയാളൻ വിളിക്കുന്ന നാളിൽ എല്ലാവരും അദ്ദേഹത്തെ പിന്തുടരുക തന്നെ ചെയ്യും, ഒരു വക്രതയുമില്ലാതെ. ഈ ദുനിയാവില് ഒരു വിളിയാളനുണ്ട്. ഇവർക്ക് ഈ മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകളോടാണ് ഇത് അഭിസംബോധന ചെയ്യുന്നത്. പ്രഥമ അഭിസംബോധന അവരാണ്. അവരോട് ഒരു ദാഇ അവരുടെ മുമ്പിലുണ്ട്. അത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം നിരന്തരം ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിന്റെ വഴിയിലേക്ക്. പക്ഷേ ഏത് ഭാഗത്തു നിന്നാ നോക്കുന്നില്ല, ധിക്കാരികളായിട്ട് മാറുക ചെയ്തത്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നില്ല, ഇത്തിബാ നടത്തുന്നില്ല. പക്ഷേ അന്ന് ഇവിടെ എല്ലാ തരത്തിൽപ്പെട്ട കുസൃതികളും കാണിച്ച്, വക്രത കാണിച്ച്, പ്രവാചകനെ പരിഹസിച്ച്, തള്ളിപ്പറഞ്ഞ്, താന്തോന്നികളായി ജീവിച്ച മുഴുവൻ ആളുകളും, എല്ലാ മനുഷ്യരും, എല്ലാവരും യത്തബിഊന ദാഇ, ആ വിളിക്കുന്ന ആളെ ശരിക്ക് ഫോളോ ചെയ്യും. ഇവിടുന്ന് കുതറി മാറുന്നത് പോലെ അവിടെ മാറുകയില്ല. ലഹു, കുതറി മാറാൻ കഴിയാത്ത ആ വിളിയാളനെ മുഴുവൻ ആളുകളും ഫോളോ ചെയ്യാം. കാരണം അത്രക്കും ഭയാനകമായ അന്തരീക്ഷം. വിളിച്ചിടത്തേക്ക് വരും. അതിനെപ്പറ്റിയാ പറയും, ഒരൊച്ചയില്ല അവിടെ, വേറൊരു ശബ്ദവുമില്ല. ഖശഅത്തിൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും ഒച്ചകളും ഒക്കെ തന്നെ ഖശഅ, ഒതുങ്ങിയിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു, അടങ്ങിയിരിക്കുന്നു. അത് ഭയഭക്തി കൊണ്ട് അടങ്ങുന്നതിന് ഖുശൂ നമ്മൾ പറയാ അല്ലേ? നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആൾ വെറുതെ അവിടെ ഇവിടെ ഇങ്ങനെ വാരി ചൊറിഞ്ഞു കളിക്കൂല. ഖുശൂ ഉള്ള ആൾ വളരെ ശ്രദ്ധയോടുകൂടെ, ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കും. അതിനാ ഖുശൂ എന്ന് പറയാം. ഖശഅത്തിൽ അസ്വാത്ത്, ഒരു ശബ്ദവുമില്ല, മുഴുവൻ അടങ്ങിപ്പോയി. എവിടെയാ ശബ്ദമില്ല എന്ന് പറഞ്ഞെന്നറിയോ? കുറച്ച് ആൾക്കാരൊന്നുമല്ല അവിടെ ഉള്ളത്. ഈ ലോകത്തിൻ്റെ ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ എത്രങ്ങാനും കോടി ഉണ്ടാവും. ഇപ്പൊ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ 800 കോടി 850 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനേക്കാളൊക്കെ എത്ര കോടി, കോടാനുകോടി ആളുകളെല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സദസ്സിൽ വമ്പിച്ച നിശബ്ദത. ഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, പരമകാരുണ്യവന് കീഴ്പ്പെട്ട ശബ്ദം അവിടെ നിനക്ക് കേൾക്കാനാവില്ല. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, നേർത്ത കാലൊച്ചകളല്ലാതെ, ഇവരിങ്ങനെ നീങ്ങുമ്പോഴുള്ള കാലൊച്ചയാവാം, പതിഞ്ഞ സ്വരമല്ലാതെ കേൾക്കാനാവില്ല. തൊട്ട് മുന്നേ ആയത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ആയത്ത് റിവൈസ് ചെയ്തപ്പോൾ ഇന്ന് പറഞ്ഞു, യതഖാഫതൂന ബൈനഹും അല്ലേ? അന്ന് അവര് പതുക്കെ പറയും, എല്ലാവർക്കും ഒച്ച പൊങ്ങൂല. വമ്പിച്ച ഏകാധിപതികളായിട്ട് നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ കാൽ കീഴിൽ നിർത്തും. നേരത്തെ ഫിർഔൻ താക്കീത് കൊടുത്തില്ലേ? അദ്ദേഹത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ വിശ്വാസികളായി മാറിയ ആ സാഹിറുകളോട് എത്ര കർശനമായിട്ടാണ് പറഞ്ഞത്, ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കും വിപരീത ദിശയിൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലേ? അവനൊക്കെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും. അവിടെ ഒരു ശബ്ദവുമില്ല. അന്ന് ശബ്ദം, അള്ളാഹുവിന് മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും അടങ്ങിയിട്ടുണ്ട്. അവിടെ ചെറിയ കാലൊച്ചകൾ മാത്രം കേൾക്കാം, പതിഞ്ഞ സ്വരം മാത്രം. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വറദിയ ലഹു ഖൗലാ. ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഷഫാഅത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅ, അന്ന് ആ ദിവസം. ഇപ്പോൾ ആ ദിവസത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞത് അന്നത്തെ പ്രകൃതിയാ, ഭൂപ്രകൃതി മാറിയിട്ടുണ്ടാകെ.
രണ്ടാമത് പറഞ്ഞത് മനുഷ്യരൊക്കെ നിശബ്ദരായി മാറിയിരിക്കുന്നു. ഇനി പറയുന്നത് അന്ന് ശഫാഅത്തില്ല. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅ. നഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുക, പ്രയോജനം ചെയ്യുക എന്നാണ്. ലാ തൻഫഉ പ്രയോജനം ചെയ്യുകയില്ല. അശ്ശഫാഅ ശുപാർശ, റെക്കമെൻഡേഷൻ ഒന്നും അന്ന് ഉപകാരപ്പെടുകയില്ല. ആർക്കല്ലാതെ? ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വറദിയ ലഹു ഖൗലാ. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണ്യവാനായ അല്ലാഹു അനുവാദം കൊടുത്തവർക്കല്ലാതെ, വറദിയ ലഹു ഖൗലാ, അവന് തൃപ്തിപ്പെട്ടവനുമല്ലാതെ, വാക്കിനാൽ അവന് തൃപ്തിപ്പെട്ടവനുമല്ലാതെ ഇത് ഉപകാരപ്പെടില്ല. ശഫാഅത്തിനെ സംബന്ധിച്ച് ഇവിടെ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളും വന്നിട്ടുണ്ട്. കഴിഞ്ഞ സൂറത്തിലും അത് നമ്മൾ പഠിക്കുകയുണ്ടായി. സൂറത്ത് മറിയം എടുത്ത സന്ദർഭത്തിലും അത് പറഞ്ഞിരുന്നു ശഫാഅത്തിനെ സംബന്ധിച്ച്. സൂറ അൽ ബഖറയിൽ നമ്മൾ ആയത്തുൽ കുർസി പറയുന്നുണ്ടല്ലോ, മൻദല്ലദി, അവിടെ ഒരു ചോദ്യമുണ്ട്, മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലേ? മൻദല്ലദി, ആരുണ്ട്? മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. പടച്ച റബ്ബിന്റെ അനുമതി കൂടാതെ ശുപാർശ പറയുവാൻ കഴിയുന്നവർ ആരുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ശഫാഅത്ത് ഉണ്ട്, പക്ഷേ ഇതിൻ ഉണ്ടാവണം, അനുമതി ഉണ്ടാവണം. ആരുടെ അനുമതിയാണ്? അള്ളാഹുവിൻ്റെ അനുമതി. ഇവിടെ പറയുന്നത് അന്ന് അള്ളാഹുവിൻ്റെ അനുമതിയുള്ളവർക്ക്, അതുപോലെ അള്ളാഹു അവൻ്റെ വാക്കുകൊണ്ട് തൃപ്തിപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ശുപാർശ ഉള്ളത്. യൗമ ഇതിൽ അവർക്ക് മാത്രമേ ഉപകാരപ്പെടുന്ന. യൗമ ഇതിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറദിയ ലഹു ഖൗല. എന്താ ഈ ശുപാർശ എന്ന് ആലോചിച്ച് നോക്ക്. ഈ ഭൂമിയിൽ നമ്മൾ പലർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, അല്ലേ? റെക്കമെൻഡ് ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ പലരെയും സമീപിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ കാര്യം ഒന്ന് പറയണം കേട്ടോ, എൻ്റെ മകൻ്റെ ഒരു ജോലിയുടെ കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ അയാളൊന്ന് വിളിച്ചാൽ ശരിയാവും. ഞാൻ നേർക്കുനേരെ പോയി, എന്നെ അദ്ദേഹത്തിന് പരിചയമല്ല, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, എൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ റെക്കമെൻഡ് ചെയ്യിക്കാറുള്ളത്. ഇവിടെ ആരോടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? എല്ലാം അറിയുന്ന അള്ളാഹുവിനോട്. അള്ളാഹുവിന് അറിയാത്ത കാര്യമുണ്ടോ? ഏതൊരു സൃഷ്ടിക്കും വേറൊരുത്തനെ പറ്റിയിട്ട് അറിയുന്നതിനേക്കാൾ എന്നെ പറ്റിയിട്ട് നിങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ ഇണക്ക്, എൻ്റെ ഉമ്മക്ക്, എൻ്റെ ഉപ്പക്ക് എന്നെ പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ പറ്റി അറിയുക എൻ്റെ സ്രഷ്ടാവായ റബ്ബിനാണ്. ലോകത്തുള്ള സകല മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ്റെ അടുത്ത് പോയിട്ട് ഇയാളൊന്ന് കഴിച്ചിലാക്കണം എന്ന് പറയാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? വലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. ഒന്നത് അപ്പോഴാണല്ലോ അതിൻ്റെ ആവശ്യമുള്ളത്. അറിയാത്ത ഒരാളാണെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞാനിത് അംഗീകരിച്ചിട്ടുണ്ടോ പറയാം, ഇല്ല. രണ്ടാമത്തത്, ഇതൊരു നീതിയുടെ പ്രശ്നമാണ്. ആളുകൾ എന്താ ചെയ്യാപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്ക്. ജോലി, നമുക്കിവിടെ ഒരു ഔദ്യോഗികമായ ഒരു പരീക്ഷാ ബോർഡ് ഉണ്ട് സങ്കല്പിച്ചോ. ഒരു ജോലിക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പരീക്ഷാ ബോർഡുണ്ട്. ആ പരീക്ഷാ ബോർഡിൽ കൃത്യമായിട്ട് പരീക്ഷ എഴുതി പാസ്സാവുന്ന ആളുകൾക്കാണ് ജോലി കിട്ടുക. അപ്പോൾ എല്ലാവരും നന്നായി ഇരുന്ന് പഠിച്ചോളും. പക്ഷെ ഇങ്ങനെ വരികയാണ്, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയിട്ട് അതൊന്നും പ്രശ്നമാക്കണ്ട, ഈ വേണ്ട ആളെ കണ്ടാൽ മതി, നിനക്ക് അവിടെ ജോലി റെഡിയാവും എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഈ പണിക്ക് മെനക്കെടുവോ? ആരും പിന്നെ കുത്തിയിരുന്ന് പഠിക്കൂലല്ലോ. ഇന്ന ആളെ കണ്ടാൽ മതി, അയാളെ പിന്നാലെ പോവും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് അള്ളാഹു പറയാണ്, ഒരിക്കലും നീ അനീതി ചെയ്യുന്നവനല്ല അള്ളാഹു. വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. അടിമകളോട് അനീതി ചെയ്യൂല. നന്മ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അയാൾ നിരന്തരമായി നന്മ ചെയ്യുന്നതിനിടയിൽ വലിയ എന്തെങ്കിലും പാകപ്പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശുപാർശക്ക് അനുമതി അള്ളാഹു കൊടുത്താൽ, പടച്ചറബിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് പറയാം എന്ന് പറയുകയാണെങ്കിൽ, അതാർക്കാണോ ശുപാർശക്കുള്ള അധികാരം അയാൾക്ക് മാത്രം ശുപാർശ. രണ്ട് കാര്യമുണ്ട്. മൂന്നാളുകളാണ് ശുപാർശയിൽ ഉണ്ടാവുക. ഒന്ന്, ശുപാർശ നടത്തുന്ന ഒരാൾ. ആർക്കു വേണ്ടിയിട്ടാണോ ശുപാർശ നടത്തുന്നത് അയാൾ. ആരോടാണോ ശുപാർശ നടത്തുന്ന ആൾ. ഇവിടെ ആരോടാ ശുപാർശ? അള്ളാഹുവിനോടാണ്. ആരാ ശുപാർശ നടത്താൻ നമുക്കറിയില്ല. അമ്പിയാക്കൾക്ക് കഴിവുണ്ടാവാം, മലക്കുകൾക്ക് ഉണ്ടാവാം, അള്ളാഹു കൊടുക്കുന്നുണ്ട് കഴിവ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഒരു അടിമക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അള്ളാഹു ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ആർക്കാണോ ശുപാർശക്ക് അള്ളാഹു അധികാരം കൊടുത്ത് അവർക്ക് മാത്രമേ ശുപാർശ ചെയ്യാൻ കഴിയൂ. രണ്ട്,
ശുപാർശ ചെയ്യുന്നത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ അയാളെ സംബന്ധിച്ച് പടച്ചറബിന് ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ കേൾക്കുന്ന പ്രശ്നമില്ല. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറദിയ ലഹു ഖൗലാ. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. വറദിയ ലഹു ഖൗലാ, അയാളുടെ കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെടണം. റളിയ ലഹു ഖൗല, അയാളുടെ വാക്കിൽ, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി പറയുന്ന കാര്യത്തെ അള്ളാഹു തൃപ്തിപ്പെടണം. അങ്ങനത്തെവർക്ക് മാത്രമേ ശുപാർശക്ക് അധികാരമുള്ളൂ, അത് മാത്രമേ പ്രയോജനപ്പെടൂ എന്ന് അള്ളാഹു പറയാണ്. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറദിയ ലഹു ഖൗലാ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ. ഇതേപോലെയാണ് ആയത്തുൽ കുർസിയിൽ വന്നത് അല്ലേ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അത് ശഫാഅത്തുമായി ബന്ധപ്പെട്ടാണ് ആയത്ത്. അവൻ അറിയുന്നു, അള്ളാഹുവിനറിയാം, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുൻപിലുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നിലുള്ളതാണ് ഭാവിയിലുള്ളത്. വമാ ഖൽഫഹും, അവർക്ക് പിന്നിലുള്ളതും, അവർ ചെയ്യാൻ പോകുന്നതും ചെയ്തതും എന്നൊക്കെ അറിയാം. അവരെ സംബന്ധിച്ചുള്ള സകലമാന വിവരങ്ങളും എല്ലാം അള്ളാഹുവിനറിയാം. വലാ യുഹീതൂന ബിഹി ഇൽമാ, എന്നാൽ അവനെ പറ്റിയിട്ട്, അള്ളാഹുവിനെ പറ്റിയിട്ടെന്നാവാം അവർക്ക് ഒന്നും അറിയുകയില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഇവർക്കറിയില്ല എന്നുമാവാം. അള്ളാഹു ഇങ്ങനെ അറിയുന്നു, എല്ലാ കാര്യവും അറിയുന്നുണ്ടതിനെ പറ്റിയിട്ട് ഇവർക്ക് അറിയുന്നില്ല എന്നുമാവാം. എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞല്ലോ, ഷഫാഅത്ത് സാധാരണഗതിയിൽ നമ്മൾ പറയുക ആർക്കാന്ന് വെച്ചാൽ, ഏതോ ഒരാൾക്ക് അറിയാതാവുമ്പോൾ ഇയാളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ലെറ്റർ കൊടുക്കും അല്ലേ. ഇന്ന ആളിങ്ങനെ വരുന്ന ആൾ എനിക്കറിയുന്ന ആളാണ്, അയാൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്, ഇന്ന അയാളുടെ ഹിസ്റ്ററി ഇതാണ്, നല്ല കഴിവുള്ള ആളാണ്, നിങ്ങൾ ജോലിക്ക് എടുക്കണ ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കുക. ഇതാർക്കാ കൊടുക്കണ്ടേ? അത് സാധാരണഗതിയിൽ കൊടുക്കുക ഇയാളെ പറ്റി അറിയാത്ത ആൾക്കാ. ഇവിടെ കൊടുക്കുന്ന ആള് അള്ളാഹുവിനാ കൊടുക്കുന്നത്. അള്ളാഹു എന്താ നോക്ക്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, ഇവരുടെ മുന്നിലുള്ളത് ഭാവി നമുക്കാർക്കും അറിയില്ല എന്താ വരികയെന്ന്. ചിലപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ റെക്കമെൻഡ് സ്വീകരിച്ചിട്ട് ആളെ ജോലിക്ക് വെച്ചിട്ട് പറയാണ്ട്, എന്നാ പറഞ്ഞുകൊണ്ട് മാത്രം അവനെ വെച്ചത്, എന്താ പറയേണ്ട കാര്യം എന്ന് പറയാറുണ്ട്. യഅലമു മാ ബൈന ഐദീഹിം, അള്ളാഹു ആവട്ടെ അവർക്ക് മുന്നിലുള്ളത് അറിയുന്നു. വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതും, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതും, അവരുടെ ചുറ്റിലുള്ളതെല്ലാം. മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, എല്ലാ കാര്യങ്ങളും ഇവരെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അള്ളാഹുവിന് അറിയുന്നു. ഏത് കാലത്തുള്ള ആളായിക്കോട്ടെ, ഏത് കാലത്ത് എവിടെയെങ്കിലും ഉള്ള ആളായിക്കോട്ടെ, എല്ലാവരെ പറ്റിയിട്ടും ഏത് കാലത്താണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ വിവരവും അള്ളാഹുവിനറിയാം. വലാ യുഹീതൂന ബിഹി ഇൽമാ, അവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവൻ അറിയുന്നു എന്നതിനെ പറ്റിയിട്ട് ഇവർക്കാർക്കും യാതൊരു, അതേക്കുറിച്ച് ഇവർക്ക് ഒരു അറിവും ഇല്ലതാനും. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമാ. വഅനതിൽ വുജൂഹ്, അനത്തിൽ വുജൂഹ്, അന എന്ന് അനുവ് എന്നുള്ള വാക്കുന്ന വരുന്നത് എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുകയാണ്, ഒതുങ്ങുക. അനത്തിൽ വുജൂഹ്, മുഖങ്ങളെല്ലാം കീഴ്പ്പെടും. ലിൽ ഹയ്യിൽ ഖയ്യൂം, ആർക്കാ? അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിൻ്റെ രണ്ട് സിഫത്തുകളാണ്, ഒന്ന് അൽ ഹയ്യ്, രണ്ട് അൽ ഖയ്യൂം. നമ്മൾ പറയാറുണ്ട് യാ ഹയ്യ് യാ ഖയ്യൂം. അള്ളാഹുവിന് ഇഷ്ടമുള്ള രണ്ട് സിഫത്തുകളാണ് ഹയ്യ്, അൽ ഖയ്യൂം. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്ന, സജീവമായി നിൽക്കുന്നവൻ, അൽ ഹയ്യ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അൽ ഖയ്യൂം, എല്ലാത്തിനെയും നോക്കി നിയന്ത്രിച്ച് നടത്തുന്നവൻ, അവൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ഒന്നുമില്ല, എല്ലാം നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ അനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, മുഖങ്ങളെല്ലാം അന്ന് കീഴ്പ്പെടും. ആർക്ക്? ലിൽ ഹയ്യിൽ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന, എല്ലാ കാര്യങ്ങളെയും നോക്കി നടത്തുന്നതിന് മുമ്പിൽ. വഖദ് ഖാബ മൻ ഹമല ദുൽമാ, അന്ന് വഖദ് ഖാബ, പരാജയപ്പെട്ടിരിക്കുന്നു. ആരാ പരാജയപ്പെട്ടത്? മൻ ഹമല ദുൽമാ, ദുൽമ് വഹിക്കുന്നവൻ, അതിക്രമം പേറുന്നവൻ അന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞു. ദുൽമ് എന്ന് പറഞ്ഞാൽ അതിക്രമമാണ്, അക്രമമാണ്.
അതുപോലെ ഷിർക്കിനെ സംബന്ധിച്ച് അല്ലാഹു ഇന്ന ഷിർക ലളുൽമുൻ അലീം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഷിർക്ക്, അതിക്രമം ഒക്കെ പേറുന്നവൻ അന്ന് മഹാപരാജയത്തിലാണ്. എന്താ പറഞ്ഞു നോക്ക്, വഅനത്തിൽ വുജൂഹു, അന്ന് മുഖങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം കീഴൊതുങ്ങുകയാണ്. മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം മനുഷ്യരാണ്, മുഖം മാത്രമല്ല. വുജൂഹ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ. ഒരാളെ തിരിച്ചറിയുന്ന അയാളുടെ പ്രധാനപ്പെട്ട മുഖമാണ്. മുഖമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. മുഖം നഷ്ടപ്പെട്ടു എന്നാണ് എന്താ, ആകെ പോയിന്നാ. ആ മുഖങ്ങളെല്ലാം എല്ലാ മനുഷ്യരും അള്ളാഹുവിന് കീഴൊതുങ്ങിയാണ്. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഈ രണ്ട് വിശേഷങ്ങൾ അവിടെ ഉപയോഗിച്ച്, ഹയ്യും ഖയ്യൂമും. എന്താണെന്നറിയോ ഇതിൻ്റെ കാരണം ആളുകൾക്ക് ദൈവത്തെ സംബന്ധിച്ച് പല ജാതി വിശ്വാസങ്ങളുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അത്. ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചവൻ ആരെന്ന് വെച്ചാൽ ദൈവം തന്നെയാണ്, ഏകനായ ദൈവമാണ്. അങ്ങനെ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വിശ്വസിച്ചത്. അവരോട് ചോദിച്ചാൽ ആകാശത്തെ സൃഷ്ടിച്ചതാര് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. സൂര്യനെ സൃഷ്ടിച്ചതാര് അവർ പറയും അല്ലാഹുവാണ്. മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലുന്നല്ലാഹ്. പക്ഷെ എന്താണെന്നറിയോ അവർ വിചാരിച്ചത്, അങ്ങനെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു പിന്നെ ഒരു സ്ഥലത്ത് പോയിരിക്കുക. ഇതിനൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് വേറെ ദേവന്മാരെയും ദേവിമാരെയും ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് അവരുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ അന്നല്ല ഇന്നും എക്കാലത്തും ലോകത്തുണ്ട്. ദൈവം സൃഷ്ടിപ്പൊക്കെ നിർമ്മിച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നടത്തിയിട്ട് ഒരു ഭാഗത്ത് പോയിട്ട് വിശ്രമിക്കുകയാണ്. അല്ല, അൽ ഹയ്യ്. അങ്ങനെ ഏതോ ഒരു ഭാഗത്ത് കുഴങ്ങിയിട്ട് ആകെ ക്ഷീണിച്ച് ഇരിക്കുന്നവനല്ല ദൈവം. അൽ ഹയ്യാണ് അവൻ, സജീവമായിട്ട് നിലനിൽക്കുന്നവനാണ്. അവൻ്റെ ഹയ്യിന് ഒരു അർത്ഥത്തിലും മാറ്റമില്ല. അൽ ഖയ്യൂം, നിയന്ത്രിക്കുന്ന വേറെ ആളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ചില ആളുകളൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്, ഇതൊക്കെ നിയന്ത്രിക്കുന്ന വേറെ ആളാണ്, ഓരെ പിടിച്ചാൽ മതിനാ. അൽ ഹയ്യ് അൽ ഖയ്യൂം, എല്ലെന്നും ജീവിക്കുന്നവനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ഇത് അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷം കൂടെ പറയാണ്. മുശ്രിക്കുകൾക്കുള്ള നേർക്കുന്നതിന് മറുപടിയാണ് എല്ലാവരോടും പറയാ. അതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരാളെ പറ്റി അറിയാത്തവനല്ല, അള്ളാഹുവിന് മുഴുവൻ സൃഷ്ടികളെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും അറിയാം, അവൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയാം. രണ്ട്, അവൻ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യാണ് ഖയ്യൂമാണ്, സജീവമായവനാണ്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാണ്. അവന് എല്ലാ മുഖങ്ങളും വന്ന് വഴിപ്പെടും. വഖദ് ഖാബ മൻ ഹമല ദുൽമാ. പക്ഷേ ഭയങ്കര സങ്കടകരമായിട്ട് പറയാണ്, വഖദ് ഖാബ, മഹാപരാജയമാണ്. ആരെന്നറിയോ പരാജയപ്പെട്ടിരിക്കുന്നു? ആര്? മൻ ഹമല ളുൽമ, ളുൽമ് വഹിച്ചവൻ, അതിക്രമം പേറിയവൻ. അതാരാ? ഈ ദുനിയാവിൽ നേരത്തെ വന്ന പ്രവാചകൻ വന്നിട്ട് ആളുകളെ സത്യത്തിലേക്ക് വിളിച്ചപ്പോൾ ധിക്കരിച്ച ആള്, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ ആള്, അദ്ദേഹത്തെ വിസമ്മതിച്ച പിന്തുടരുവാൻ വിസമ്മതിച്ച ആളുകൾ, ഇത് ളുൽമ് ചെയ്ത ആളുകളാണ്. അവർ പരാജയപ്പെട്ടു. വമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിനു ഫലാ യഖാഫു ളുൽമൻ വലാ ഹൾമാ. ഈ പറയുന്നതൊക്കെ അന്ത്യനാളുടെ അവസ്ഥയാണ്, പരലോകത്തെത്തുമ്പോഴുള്ള അവസ്ഥയാണ്. അന്ന് ളുൽമ് പേറുന്നവൻ്റെ കാര്യം മഹാ അബദ്ധമാണ്, പരാജയമാണ്. വമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിൻ, എന്നാൽ ആരാണോ പ്രവർത്തിക്കുന്നത്, അമൽ ചെയ്യുന്നത്, വമൻ യഅമൽ മിനസ്സാലിഹാത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരോ, വഹുവ മുഅ്മിനുൻ, എങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുക? മുഅ്മിനായിക്കൊണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും അല്ലേ, നല്ല കാര്യം ചെയ്യുന്ന ഇഷ്ടം പോലെ ഉണ്ട്. മുഅ്മിനായിട്ട് ചെയ്യണം. നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ എന്തിനായിരിക്കും എന്ന് വെച്ചാൽ പല ജാതി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ആളുകൾ നന്മ ചെയ്യും, നല്ല കാര്യം ചെയ്യും. ചില ആളുകൾ ധാരാളമായിട്ട് ദാനം ചെയ്യുന്നുണ്ട്, ധർമ്മം ചെയ്യുന്നുണ്ട്. അവർ വിശ്വാസിയൊന്നല്ല, വിശ്വാസിയല്ലാത്ത, സത്യവിശ്വാസിയല്ലാത്ത, മുഅ്മിനല്ലാത്ത ആൾക്കാർ ദാനം ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും എന്ന് വെച്ചാൽ പല ജാതി കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ചില ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക ആളുകളുടെ ഒരു പ്രശംസയായിരിക്കും, അല്ലെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെടട്ടെ എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സ്വാധീനം കിട്ടാൻ, അധികാരം വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും, വോട്ട് കിട്ടാൻ വേണ്ടി വിചാരിക്കുന്ന ആൾക്കാർ, പല ജാതി കാര്യങ്ങളുണ്ടാവും. ആളുകളുടെ ഒരു പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ആൾക്കാരൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് പലതും ഉണ്ടാവും. അതൊക്കെ കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിൻ, അതൊന്നും പരലോകത്തേക്ക് ഉണ്ടാവില്ല കേട്ടോ, അവിടേക്ക് ഉണ്ടാവില്ല. അത് അള്ളാഹു അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നീ നന്മ ചെയ്തത് ശരിയാണ്,
വലിയ എമൗണ്ടാണ് ഈ കൊടുത്തത്, ഒക്കെ എനിക്കറിയാം. നീ കൊടുത്ത ഇവിടെ നാട്ടിൽ ആരും ആദ്യം എമൗണ്ട് കൊടുത്തില്ല, പക്ഷേ കൊടുത്തത് ഇതിന് വേണ്ടിയിട്ടല്ലല്ലോ, എൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പഠിച്ചോനെ നിൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ കൊടുത്തത്. നീ കൊടുത്തത് അന്ന് നാട്ടുകാരടുത്ത് പത്രത്തിൽ ഫോട്ടോ വരണം, മുഴുവൻ ആളുകളാ ഇത്ര ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്ര കൊടുത്തുന്ന ആൾക്കാരറിയാം, ഇത് വിചാരിച്ചിട്ടില്ലേ? അത് വന്നിട്ടുണ്ടല്ലോ. അവിടെ പോയി ചോദിച്ചോ കൂലി, അവിടെ പോയിട്ട് വാങ്ങിക്കോ, അവരോട് ചോദിക്കേ, അവിടെ ചെന്നിട്ട് ചോദിച്ചോളൂ നിന്റെ പ്രതിഫലം, എന്നോട് ചോദിക്കരുത് എന്ന് പറയും. അങ്ങനെ പറയുന്നൊരവസ്ഥ ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല. സത്യവിശ്വാസിയായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവൻ ആരാണോ, ഫലാ യഖാഫു ളുൽമൻ വലാ ഹളുമാ, ഫലാ യഖാഫു, അയാൾക്ക് ഭയപ്പെടേണ്ടി വരില്ല. മുഅ്മിനായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തൊരു മനുഷ്യൻ പേടിക്കൂല. എന്ത്? ളുൽമൻ വലാ ഹളുമ, ളുൽമ് അതിക്രമം, അയാൾക്ക് പേടിയില്ല. എന്നോട് അക്രമം ചെയ്യല്ലോ എന്നുള്ള പേടി അയാൾക്ക് ഉണ്ടാവൂല മുഅ്മിനാണെങ്കിൽ. വലാ ഹളുമ, ഹലമ എന്ന് പറഞ്ഞാൽ കുറക്കുക എന്നാണ് അർത്ഥം. ശരിക്ക് കുറക്കുക എന്ന് പറഞ്ഞാൽ അനീതി ചെയ്യലാണ്. ഉള്ള കാര്യത്തിന് പ്രതിഫലം കൊടുക്കാതിരിക്കുക, ചെയ്യാത്തതിൻ്റെ പേരിൽ പിടിച്ച് ശിക്ഷിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും അള്ളാഹു ചെയ്യൂല. സത്യവിശ്വാസിക്ക് ഇതിനെപ്പറ്റി യാതൊരു പേടിയും ഉണ്ടാവേണ്ടതില്ല. മറ്റേ ആളുകൾ ആകെ പരിഭ്രാന്തരായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലും അത് പറഞ്ഞു. പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ ഭയാനകമായ അവസ്ഥയിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിഭ്രാന്തി അത്ര ഉണ്ടാവില്ല. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ ലാഹിഖത്തും മുസ്തബ്ശിറ, സന്തോഷഭരിതരായിക്കൊണ്ട് പുഞ്ചിരി തൂകുന്ന മുഖങ്ങൾ ഉണ്ടാവും അവർക്ക്. അവർ കാണാനിരിക്കുന്നത്, അവർ പ്രതീക്ഷിച്ചതായി വിചാരണ, അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം ഇങ്ങനെ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക, സമ്മാനം വാങ്ങുന്ന. ആലോചിച്ച് നോക്ക് നിങ്ങൾ. നല്ല മാർക്കോടുകൂടി വിജയിച്ച ആളുകൾക്ക് ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ അധ്യാപകർ അവർക്ക് കൊടുക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് ആളുകളെ, മികച്ച വിജയം നേടിയവരെ ആദരിക്കുന്ന ഒരു സദസ്സാണെന്ന് വിചാരിക്കുക. അവിടെ ആളുകൾക്ക് അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ബേജാറായിട്ട് ആകെ ഇടങ്ങറായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, മഹാപരാജയം ഏറ്റുവാങ്ങിയവർ. അവരെ സംബന്ധിച്ചാണ് ആദ്യം പറഞ്ഞത് വഖദ് ഖാബ മൻ ഹമല ളുൽമാ, അതിക്രമം പേറിയ ആളുകൾ വമ്പിച്ച പരാജയത്തിലാണ്. എന്നാൽ വമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവനോ ഫലാ യഖാഫു ളുൽമൻ വലാ ഹളുമ, അയാൾക്ക് പേടിക്കാനില്ല, ളുൽമും ഹളുമും ഇല്ല. ളുൽമ് എന്ന് പറഞ്ഞാൽ അതിക്രമമാണ്. അള്ളാഹു ഞാൻ ചെയ്ത ഏതെങ്കിലും അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ എന്നെ പിടികൂടുമല്ലോ, പേടിക്കണ്ട. എനിക്ക് കിട്ടേണ്ടതിനേക്കാൾ വലിയ ശിക്ഷ കിട്ടുമോ, പേടിക്കണ്ട. വല ഹലുമ, എനിക്ക് കിട്ടേണ്ട, ഞാൻ കുറെ നന്മ ചെയ്തിട്ടുണ്ട്, അത് കുറച്ചുകളയോ, പേടിക്കണ്ട. വല ഹലുമ, അനീതി ചെയ്യുകയില്ല, അതിക്രമം ചെയ്യുകയുമില്ല. ചെയ്യാത്തതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് ശിക്ഷിക്കുകയോ ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലം ഇല്ലായ്മ ചെയ്യുകയൊന്നും ചെയ്യൂല. ആരായിരിക്കണം? മുഅ്മിനായിരിക്കണം. സ്വാലിഹാത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്വാലിഹാത്ത് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട് ലോകത്ത്. നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം പടച്ചറബിൻ്റെ അടുത്ത് പ്രതിഫലാർഹാവൂല. എന്ത് വേണം? ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂ. കാരണം എന്താ? അല്ലാത്ത ആൾ ചെയ്യുന്ന പടച്ചവൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. മുഅ്മിനായ മനുഷ്യനാണ് പരലോകമുണ്ട്, ഏത് സമയത്തും ഞാൻ മരിച്ചു പോവാ, അതുകൊണ്ട് എൻ്റെ സമ്പത്തിൻ്റെ ഇത്ര ഭാഗം ഞാൻ കൊടുക്കുക, പടച്ചോനെ അത് സ്വീകരിക്കണം. നാളെ എനിക്കൊന്നും ഉപകാരപ്പെടാത്ത സമയത്ത് ഇത് വല്ലാത്തൊരു മുതൽക്കൂട്ടായിട്ട് എനിക്ക് തരണം, വല്ലാത്ത പ്രാർത്ഥനയോട് അയാൾക്ക് കിട്ടും. അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതൊക്കെ ഈ ലോകത്ത് കിട്ടും, യാതൊരു സംശയമില്ല. പരലോകത്ത് കിട്ടൂല, പരലോകത്ത് കിട്ടൂല. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങ് സത്യവിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്, ആ മുഅ്മിനായ മനുഷ്യന് അനീതിയോ അതിക്രമവും ഭയപ്പെടേണ്ടതില്ല. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയൻ വസറഫ്നാ ഫീഹി മിനൽ വഈദി ലഅല്ലകും യത്തഖൂന ഔ യുഹ്ദിസു ലകും സിക്റാ. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് പറഞ്ഞുകൊണ്ട് അത് പരലോകത്തെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോവാണ്. വകദാലിക അൻസൽനാഹു, ഇങ്ങനെ ഇപ്രകാരം അൻസൽനാഹു ഖുർആനൻ, നാം ഇതാ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇവന്, ഇയാൾക്ക് ഇറക്കി കൊടുത്തിരിക്കുന്നു. എന്ത്? ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ഒരു ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. ഇങ്ങനെ നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഒരു ഖുർആനായിട്ട് ഇറക്കി തന്നിരിക്കുന്നു. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ.
വസറഫ്നാ ഫീഹി, ഈ ഖുർആനിൽ നാം പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ സൊറഫ എന്നുള്ള വാക്ക് നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ? പല രൂപത്തിൽ വിശദീകരിക്കുന്നതിനാ പറയാം, ഒരു രൂപത്തിലല്ല, പല കോലത്തിൽ വിശദീകരിക്കുക. അതെങ്ങനെ ചെയ്യാൻ പറ്റുക വെച്ചാൽ, ഒരു കാര്യം ഞാൻ ആദ്യം ഒരു രൂപത്തിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ചില കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല, ചില ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ സാർ ഇതൊന്നുകൂടി പറയും, അപ്പോൾ വേറൊരു കോലത്തിൽ പറഞ്ഞു കൊടുക്കും, അപ്പോൾ അവർ കൂടി മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ, അതാണ് സൊറഫ്ന, വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. ഒരു കാര്യം ഒരു പ്രാവശ്യമല്ലേ പറയാ, പല രൂപത്തിൽ പറയും. ഇപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ പഠിച്ചില്ലേ? ഇതിൽ സൂറത്ത് ത്വാഹയിൽ മാത്രമല്ല പറയുന്നത്, വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഫിർഔന്റെ മഹാധികാരത്തെ സംബന്ധിച്ച് ഇവിടെ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ, പല രൂപങ്ങളിൽ, പല രീതിയിൽ, പല വിശദീകരണങ്ങൾ നാം നൽകും. വലഖദ് സറഫ്നാ ഫീഹി, ഇതിൽ ഈ ഖുർആനിൽ നാം പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മിനൽ വഈദ്, താക്കീതുകൾ. വഈദ് താക്കീതാണ്, വാർണിങ്സ്. പല രൂപത്തിൽ താക്കീതുകൾ നൽകിയിട്ടുണ്ട്. ലഅല്ലഹും, ചിലപ്പോൾ എന്തായിരിക്കും, ചരിത്രം ഉദ്ധരിച്ചിട്ടായിരിക്കും. മുൻഗാമികളായ ആളുകളുടെ, നശിപ്പിക്കപ്പെട്ട ജനതയുടെ, അവരുടെ ആ നാശത്തിനുള്ള കാരണമൊക്കെ കൃത്യമായിട്ട് പറയും, എന്നിട്ട് കരുതാൻ പറയും. വേറെ ചില സന്ദർഭങ്ങളിൽ പറയാ, വരാനിരിക്കുന്ന പരലോകത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ പറയും. കഴിഞ്ഞുപോയ ചരിത്രത്തിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ഭാവിയെ സംബന്ധിച്ചായിരിക്കാം. നിലവിലുള്ള ഓരോ കാര്യത്തെ പറഞ്ഞിട്ട് നീ അത് ചെയ്യുന്നില്ലെങ്കിൽ ഗുരുതരമായ ശിക്ഷ ഉണ്ട് എന്നുള്ള രൂപത്തിലാവാം, പല രൂപത്തിലാവും. ഇങ്ങനെ മിനൽ വഈദ്, താക്കീതുകൾ പല രൂപത്തിൽ നാം അവർക്ക് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ, അവർക്ക് യത്തഖൂൻ, സൂക്ഷ്മതയുള്ളവരായേക്കാം എന്ന് വിചാരിച്ചിട്ട്, തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തിനായി ഖുർആൻ ക്ലാസ് കേൾക്കുന്നത്? ലഅല്ലഹും യത്തഖൂൻ, അതാ പറയുന്നത് ഇവിടെ നോക്ക്. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയൻ വസറഫ്നാ ഫീഹി മിനൽ വഈദ്, ഇപ്രകാരം നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഖുർആനാക്കിയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ വിവിധ രൂപത്തിൽ നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. മിനൽ വഈദ്, താക്കീതുകൾ. എന്തിനാത്? ലഅല്ലഹും യത്തഖൂൻ, ആളുകൾക്ക് തഖ്വയുണ്ടാകുവാൻ, ഭയഭക്തി ഉണ്ടാകുവാൻ. ലഅല്ലഹും യത്തഖൂന, സൂക്ഷ്മതയുണ്ടാകുവാൻ. ഔ യുഹ്ദിസു ലഹും ദിക്റാ, അതല്ലെങ്കിൽ യുഹ്ദിസു ലഹും, അഹ്ദസ എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുണ്ടാക്കുന്നതിനാ പറയാ. മൻ അഹ്ദസ ഫീ ദീനിന, നമ്മുടെ ദീനിൽ പുതുതായി ഉണ്ടാക്കും. മുഹ്ദസാത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട്, ബിദ്അ, പുതുതായിട്ടുണ്ടാക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിനെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇതിലേക്കൊന്നും കയറ്റി വിടേണ്ടതില്ല ദീൻ പൂർത്തിയാവാൻ, ഇതിൽ നിന്നൊന്നും എടുത്തു മാറ്റേണ്ടതുമില്ല. പക്ഷെ പുതുതായിട്ട് കടത്തിക്കൂട്ടുന്ന ആളുകളെ സംബന്ധിച്ചാണ് അഹ്ദസ എന്ന് പറയും, പുതുതായിട്ടുണ്ടാക്കി. മുഹ്ദസാത്ത് നമ്മൾ പറയാറുണ്ട്, വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ നമ്മൾ കേൾക്കുന്ന. ഇവിടെ പറയുന്നത് യുഹ്ദിസു ലഹും ദിക്റാ. എന്തിനാ ഈ ഖുർആനിൽ ഇങ്ങനെ വിവിധ രൂപത്തിലുള്ള കോലത്തിൽ ഇത് വിശദീകരിച്ചത്? യുഹ്ദിസു ലഹും, അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്, പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ. ദിക്ർ, കാര്യബോധം, ഒരു ബോധം, ഒരു ഉത്ബോധനം അവർക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്താ പറഞ്ഞു നോക്ക്, 113-ാമത്തെ ആയത്തിൽ, വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ വസറഫ്നാ ഫീഹി മിനൽ വഈദി ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ. ഇങ്ങനെ നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഒരു ഖുർആനാക്കിയിട്ട് ഇറക്കി തന്നിരിക്കുന്നു. നാം ഇതിൽ പലതരം താക്കീതുകൾ നൽകിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വേള ഈ ആളുകൾ ഭക്തരായെങ്കിലോ, തഖ്വയുള്ളവരായെങ്കിലോ, അതല്ലെങ്കിൽ ഇവർ കാര്യബോധമുള്ളവർ ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഖുർആൻ എന്തിനാന്നാ പറഞ്ഞത്? പല രൂപത്തിൽ ഈ ഖുർആനിൽ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പം ആലോചിച്ച് നോക്കും, നമ്മൾ ഇന്നിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അന്ത്യനാളിനെ സംബന്ധിച്ചാണല്ലോ. നമുക്കത് കടന്നിട്ടുണ്ടോ മനസ്സിലേക്ക്? പരലോകത്ത് വരാൻ ഇതെന്നുവെച്ചാൽ എന്നോ അല്ല സംഭവിക്കുക. എൻ്റെ പരലോകം എന്നാന്ന് വെച്ചാൽ എൻ്റെ അടുത്ത നിമിഷം, ഏതോ കാലത്തല്ല. കാരണം ഏത് സമയത്തും എൻ്റെ മരണം ഉറപ്പാ, എപ്പോഴും ആവാം. പിന്നെ എനിക്ക് ജീവിതമല്ല, പിന്നെ സമയവും ഇല്ല, പിന്നെ നേരമില്ല. പിന്നെ തൊട്ട് നേരെ വരുന്നത് അടുത്തത് പുനരുത്ഥാനമാണ്. ആ സമയത്തിനിടയ്ക്ക് എത്ര കാലം ജീവിച്ചു, എത്ര കാലം ഖബറിലുണ്ടായി എന്നൊന്നും പറയാൻ കഴിയില്ല. ആ ഒരു സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞത്, അന്ന് ഉണ്ടാവുന്ന ഭൂമിയുടെ പ്രകൃതിയെ സംബന്ധിച്ചും
അന്ന് ആളുകൾക്കുണ്ടാവുന്ന ആ നിശബ്ദമായ ഭയാനകമായ അവസ്ഥയെ സംബന്ധിച്ചും സത്യവിശ്വാസികൾക്കുണ്ടാവുന്ന സന്തോഷത്തിൻ്റെ അവസരങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനെപ്പറ്റി ബേജാറാവുന്ന മുഅ്മിനായൊരു മനുഷ്യൻ തഖ്വ ഉണ്ടെങ്കിൽ പറയും, പടച്ചറബേ ആ പരാജിതരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ കാക്കണമെന്ന് പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ സന്തോഷത്തോടുകൂടെ പടച്ചറബിൻ്റെ മുമ്പിൽ ഹാജരാവാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. ഔ യുഹ്ദിസു ലക്കും ദിക്റ, അതല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യബോധം ഉണ്ടാക്കുവാൻ ഇത് സാധിച്ചെങ്കിലോ. കാര്യബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓർത്തിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും ഓർക്കുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക, ആ ബോധം ഉണ്ടാവുക. ആ ബോധമുണ്ടാക്കിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് 114 ആയത്ത് ശ്രദ്ധിക്കുക. ഫതഅലല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹ്യു വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഇപ്രകാരം അല്ലാഹു ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫതഅലല്ലാഹുൽ മലികുൽ ഹഖ്. അങ്ങനെ തആല ഉന്നതനായിരിക്കുന്നു, അത്യുന്നതനാണ്. ആര്? അല്ലാഹു. അൽ മലിക് അൽ ഹഖ്. നേരത്തെ 2 വിശേഷണം പറഞ്ഞു, അൽ ഹയ്യ് അൽ ഖയ്യൂം. ഇവിടെ പറയുന്നത് അൽ മലിക് അൽ ഹഖ്. അൽ മലിക് രാജാവ്, അൽ ഹഖ് യഥാർത്ഥ രാജാവായ അല്ലാഹു തആല ഉന്നതനായിരിക്കുന്നു. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആൻ. പിന്നെ പ്രവാചകന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്, വലാ തഅജൽ ബിൽ ഖുർആൻ. അജൽ എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കുന്നതിനാ പറയാ, തിരക്ക് കൂട്ടുക. വലാ തഅജൽ ബിൽ ഖുർആൻ. ഖുർആനെ കൊണ്ട് നീ ധൃതി കാണിക്കരുത്, തിരക്ക് കൂട്ടരുത്. വലാ തഅജൽ ബിൽ ഖുർആൻ. എങ്ങനെ മുമ്പ്? മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹ്യുഹു. മിൻ ഖബ്ലി മുമ്പ്, അൻ യുഖ്ലാ ഇലൈക നിനക്ക് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ്, വഹ്യ് അതിൻ്റെ വഹ്യ്. എന്താ പറഞ്ഞത്? ഖുർആൻ നിനക്ക് വഹി ഇറങ്ങില്ലേ, ആ വഹി നിൽക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ അള്ളാഹു ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തിരക്കൂട്ടി ഓതാൻ തുടങ്ങരുതെന്നാണ് പറയുന്നത്. നോക്കുന്നൂടി. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്. കാരുണ്യവാനായ അല്ലെങ്കിൽ യഥാർത്ഥ സാക്ഷാൽ അധിപതിയായ അള്ളാഹു അത്യുന്നതനാണ് എന്ന് പറഞ്ഞതിന് ശേഷം വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹ്യു. ഖുർആന്റെ ബോധനം അവസാനിക്കുന്നതിന് മുമ്പ് തിരക്കൂട്ടരുത്. ഇത് സൂറ അൽ ഖിയാമയിൽ പറയുന്നുണ്ട്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. ഖുർആൻ കൊണ്ട് തിരക്കൂട്ടുകാർ റസൂൽ സല്ലല്ലാഹു ഈ വഹി ഇറക്കുന്ന സമയത്ത് നല്ല ആവേശമുണ്ട്, ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പടച്ചറബിൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യം കിട്ടുകയല്ലേ, ആ സന്തോഷത്തിന് കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ റസൂലിന് വഴികാട്ടാൻ വേറൊന്നുമില്ല. അവിടെ കടുത്ത എതിർപ്പുകൾക്ക് പ്രതിസന്ധികൾക്കിടയിൽ പടച്ചറബ് വന്നിട്ട് കാര്യം ഇങ്ങനെയാണ്, ഇതാ ചെയ്യേണ്ടത്, എന്തോ ഒരു സമാധാനം അറിയോ. ആ സമാധാനം കിട്ടുന്നു. ഈ ആളുകൾ പലജാതി തരത്തിൽപ്പെട്ട സംശയങ്ങളും എതിർപ്പുകളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് മറുപടി പറയാൻ പ്രവാചകന് സ്വന്തമായിട്ടൊന്നുമില്ല, അത് അള്ളാഹു അറിയിച്ചു കൊടുക്കുക. അതിന് കാത്തിരിക്കുകയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, ഏറെ സന്തോഷമാണ് പടച്ചറബിൻ്റെ അടുത്തുള്ള വാക്ക്, ആകാശ ലോകത്തുനിന്ന് എനിക്ക് നേർക്കുനേരെ വഹി കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് പ്രവാചകൻ ഇത് കേൾക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം, വഹി കിട്ടുന്ന കാര്യം ഞാൻ മറന്നു പോകുമെന്നുള്ള പേടിയുണ്ട്. മറന്നുപോയാലോ? അതുകൊണ്ട് കിട്ടി മുഴുവനാവുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രവാചകൻ ഉരുവിടാൻ തുടങ്ങും, ആവർത്തിച്ച് പറയാൻ തുടങ്ങും. അതാണ് ലാ തുഹർരിക് ലിസാനക ലിതഅജല ബിഹി. ഇത് തിരക്കൂട്ടിക്കൊണ്ട് നിന്റെ നാവ് ഇങ്ങനെ ചലിപ്പിക്കല്ലേ, പറയുന്നത് ആദ്യം കേൾക്ക്, ശ്രദ്ധിച്ച്. ചിലപ്പോൾ ഉണ്ടല്ലോ ചില ആളുകൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അത് ഞാൻ മറന്നു പോകുന്നുള്ള ബേജാറിൽ അതിങ്ങനെ കേട്ട് ചൊല്ലാൻ തുടങ്ങും. റസൂലിനോട് പറയാ, ചെയ്യരുത്. ലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹ്യുഹു. വഹി നിനക്ക് പൂർത്തിയാക്കി തരുന്നതിന് മുമ്പായിട്ട് തന്നെ ഖുർആൻ കൊണ്ട് നീ ധൃതി കാണിക്കരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സാവകാശം അത് കേട്ട് മനസ്സിലാക്കുക. പിന്നെയോ ബാക്കി അള്ളാഹു ഏൽക്കും. വഖുർ റബ്ബി സിദ്നി ഇൽമാ എന്നിട്ട് പറയണം, ഒരു പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചു തരാ. എന്നിട്ട് നീ പറഞ്ഞേക്ക്, റബ്ബി സിദ്നി ഇൽമാ,
എൻ്റെ റബ്ബേ സിദ്നി സാദ യസീദു സിദ്നി, എനിക്ക് നീ അധികരിപ്പിച്ചു തരണം, വർദ്ധിപ്പിച്ചു തരണം. എന്ത്? ഇൽമ, വിജ്ഞാനം, ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണം, അറിവിനെ വർദ്ധിപ്പിച്ചു തരണേ എന്ന് നീ പ്രാർത്ഥിക്കുക. റസൂലിന് പേടിയുണ്ടായിരുന്നു. വഹി ഇറങ്ങുമ്പോൾ അതൊക്കെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ, വല്ലാത്ത ഉത്തരവാദിത്ത, ചില്ലറല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹു നേർക്ക് നേരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുകയാണല്ലോ വഹി. ഈ കൊടുക്കുന്ന വഹി, കിട്ടിയ വഹി അപ്പം ആർക്കും ഇല്ല, അവിടെ വേറെ ആരും ഇല്ല. വഹി കിട്ടിയത് റസൂൽ അങ്ങനെ തന്നെ ഒരു തകരാറും വരുത്താതെ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. പടച്ചോൻ അത് പറയുമ്പോഴേക്ക് എൻ്റെ ഇതിന്ന് മറന്നു പോവോ, ബേജാറാവുകയാണ്. അള്ളാഹ് പറയാ, അങ്ങ് തിരക്കൂട്ടരുത്. ലാ തഅ്ജൽ ബിൽ ഖുർആൻ മിൻ ഖബ്ലി അൻ യഅതിയ അൻ യുഖ്ള ഇലൈക വഹീഹു, വഹി പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് നീ ധൃതി കാണിക്കരുത്. നീ ഇങ്ങനെ ചെയ്താൽ മതി. എന്ത്? റബ്ബി സിദ്നി ഇൽമാ. അള്ളാഹ് പഠിപ്പിക്കുക റസൂലിന് ഒരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? പടച്ച റബ്ബേ, കേട്ടോ, അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുക. നീ റബ്ബിനോട് പറയുക, തേടുക. എന്താ? റബ്ബി സിദ്നി ഇൽമാ. നമ്മളൊക്കെ പ്രാർത്ഥിക്കണത്, റബ്ബേ, എൻ്റെ റബ്ബേ, എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ. ചില ആളുകൾ പറയാറുണ്ട്, പ്രായം ചെന്ന ആൾക്കാരൊക്കെ, എത്ര ആയിട്ട് എനിക്ക് ഖുർആൻ തീരെ നിൽക്കില്ല. ഇത്ര ആൾക്കാർ പറയും, വായിച്ചിട്ട് ക്ലാസ് കേട്ട് അപ്പം തന്നെ മറന്നു, ഒന്നും നിൽക്കില്ല. ബേജാറാവണ്ട. ലാ തഅ്ജൽ ബിൽ ഖുർആൻ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് പഠിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബി സിദ്നി ഇൽമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, വിശുദ്ധ, അത് ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി വസിദ്നി ഇൽമ. അല്ലാഹുവേ, എനിക്ക് അല്ലിംനി, നീ പഠിപ്പിച്ചു തരണം, മാ യൻഫഉനി, എനിക്ക് ഉപകാരമുള്ളത്, നഫ്അ്, പ്രയോജനമുള്ള കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം. വൻഫഅനി ബിമാ അല്ലംതനി, നീ എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവണം. രണ്ടു കാര്യമാണ്. നോക്ക്, ഉപകാരമുള്ളതേ പടച്ചവനെ എനിക്ക് പഠിപ്പിക്കാം. കാരണം ഉപകാരമില്ലാത്ത കണ്ടമാനുള്ളത് നമ്മളെടുത്ത്. ഉപകാരമില്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കിട്ടുന്ന കുറേ എത്ര മെസ്സേജുകളാണ്, എത്ര സന്ദേശങ്ങളാണ് എൻ്റെ ഫോണിലേക്ക്, നമ്മുടെ ഡിവൈസിലേക്ക് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉപകാരമുള്ളതുണ്ടോ? വളരെ വളരെ കുറച്ചുണ്ടാവും. പടച്ചോറെ, എനിക്ക് ഉപകാരമുള്ളത് വർദ്ധിപ്പിച്ചു. അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി. എനിക്ക് കുറേ അറിവുണ്ടല്ലോ, ഞാൻ മദ്രസ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്, പല. നീ എന്നെ പഠിപ്പിച്ചത്, അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി, നീ എന്നെ പഠിപ്പിച്ച കാര്യം എനിക്ക് ഉപകാരമുള്ള കോലത്തിലാക്കണം. പഠിച്ചിട്ട് ഉപകാരമില്ലാതായി പോയാൽ അത് കഷ്ടമല്ലേ? എന്നിട്ട് പറയാണ് വസിദ്നി ഇൽമ, ഓരോ ദിവസവും എനിക്ക് ഇൽമ വർദ്ധിപ്പിക്കണം. എന്നും വർദ്ധിപ്പിക്കും. കുട്ടിക്ക് മാത്രമല്ല ഇത് പ്രാർത്ഥന, നമുക്കൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പഠിക്കണം, നമ്മളൊക്കെ പുതിയ അറിവ് തേടണം. റബ്ബി സിദ്നി ഇൽമ, പ്രായത്തിന് ഭേദമൊന്നുമില്ലത്, എന്നും പ്രാർത്ഥിക്കേണ്ടതാ. അതൊക്കെ കുട്ടികളല്ല, എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം. വിശുദ്ധ ഖുർആൻ പഠിക്കണം. ഒന്നും മനസ്സ് നിൽക്കില്ല എന്നൊരു ഒഴിവായി പോവുകയല്ല വേണ്ടത്, അത് പഠിക്കാൻ ശ്രമിക്കുകയും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് അള്ളാഹു മനോഹരമായി ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. ലാ തഅ്ജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ള ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമ. നീ പറയുക, എൻ്റെ റബ്ബേ, എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. 114 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്നെടുത്തത്. ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്തത് പരലോകവുമായി ബന്ധപ്പെട്ട, അന്ത്യനാളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അന്ന് ഈ ഭൂപ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, മനുഷ്യരുടെ അവസ്ഥകൾ ഒക്കെ പറഞ്ഞു. സത്യവിശ്വാസികൾക്കുള്ള സന്തോഷാവസ്ഥയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞത്, ഈ വിശുദ്ധ ഖുർആൻ അത് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് ശുദ്ധമായ അറബി, തെളിഞ്ഞ അറബി ഭാഷയിലാണ്. ആ ഭാഷയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അക്കാലത്ത് 1400 വർഷം മുമ്പുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഒരു സാധനം ഇന്ന് നിങ്ങൾക്ക് വായിച്ച അർത്ഥം മനസ്സിലാവില്ല. 1400 വർഷം മുമ്പ് ഒരു മനുഷ്യൻ എഴുതിയൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങളെടുത്ത് വായിച്ചു നോക്കുന്നു, അതിൻ്റെ അർത്ഥം ഒരു ട്രാൻസ്ലേഷൻ, എന്തെങ്കിലും ഒരു സാധനം ഇല്ലാതെ വായിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ അന്ന് ഉള്ളത് ഇന്നും അറബി ഭാഷയിലെ മികവും എല്ലാ തരത്തിൽപ്പെട്ട സാഹിത്യകൃതികളെയും വെല്ലുന്ന സാഹിത്യകൃതിയാണ്. അറബി ഭാഷ പഠിച്ചാൽ അറിയാൻ പറ്റും. അത്രക്കും മികവ് പുലർത്തുന്ന അറബി ഭാഷയിൽ നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു. എന്തിനാ ഇത് നാം നിനക്ക് നൽകിയത്? പല രൂപത്തിൽ താക്കീതുകൾ നൽകിയിട്ടുണ്ട്, പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകുവാനാണ്, നിങ്ങൾക്ക് ഒരു ബോധമുദിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഖുർആൻ കൊണ്ട് നിങ്ങൾ ബേജാറാവാൻ തിരക്കൂട്ടരുത്. റസൂലിനോട് പറയാണ്, നീ പ്രാർത്ഥിക്കുക, റബ്ബി സിദ്നി ഇൽമ, പടച്ച റബ്ബേ, എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ.
അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങളെ ഏറ്റവും ശരിയായ രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ പടച്ച റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അപ്പോൾ ഇതിൽ വളരെ നല്ലൊരു പാഠം നമുക്കുണ്ട്. സാധാരണഗതിയിൽ ഒരുവിധ ആൾക്കാരൊക്കെ പറയും അതൊന്നും തലേ കയറില്ല, ആ വർത്താനം ഈ പറയരുത്, എല്ലാം കയറും. ആണ് പടച്ചോൻ പറഞ്ഞത്, പ്രാർത്ഥിക്കണം. റബ്ബി സിദ്നി ഇൽമ, ബേജാറാവുമെന്ന് ചെയ്ത്. അല്ലെങ്കിൽ എനിക്കത് നേരത്തെ പഠിച്ച തന്നെ ഓർമ്മയുള്ളൂ, ആകെ ഒരു യാസീൻ മാത്രം, വേറെ ഒന്നും കയറില്ല എന്നൊന്നും പറയരുത്. ആർക്കും എല്ലാം കയറും. നല്ല നീയത്തോടു കൂടെ പടച്ച റബ്ബിൻ്റെ ഗ്രന്ഥം ഏറ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ കുട്ടിക്ക് മാത്രമല്ല, ഇൽമ എല്ലാവർക്കും ഇൽമ കൂടും. വായിക്കണം, പഠിക്കണം. അതിനെ പറ്റിയിട്ട് ബേജാറായി കയറൂല എന്ന് വിചാരിച്ചിട്ട്, കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ബേജാറാവാനല്ല പറയുന്നത്. വഖുർ റബ്ബി സിദ്നി ഇൽമ, പടച്ച റബ്ബേ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചത്. എന്തിനാണ് ഖുർആൻ കൂടി പറഞ്ഞു? രണ്ട് കാര്യം പറഞ്ഞു. ലഅല്ലഹും യത്തഖൂൻ ഔ യുഹ്ദിസു ലഹും ദിക്റ, ആളുകൾക്ക് തഖ്വ ഉണ്ടാവണം. അത് നമുക്ക് ഖുർആൻ പഠനത്തിലൂടെ കിട്ടുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ യുഹ്ദിസു ലഹും ദിക്റ, ബോധമുണ്ടാക്കുക. ബോധമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ദുനിയാവിനെ പറ്റിയിട്ട്, ആഖിറത്തിനെ പറ്റിയിട്ട്, ജീവിതത്തെ സംബന്ധിച്ച്, എൻ്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവുക. അതൊന്നുമില്ലാതെ ഉള്ള സമയം മുഴുവൻ ഇതിലേക്ക് ഇങ്ങനെ കളിച്ച് കുത്തിരിക്കുന്ന പകരം മാറ്റിയിട്ട് ബോധത്തോടുകൂടി ജീവിക്കാനൊക്കെയാണ് ഖുർആൻ പഠിക്കുന്നത് എന്ന കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങൾ നീ തുണക്കണമേ അല്ലാഹ്. അള്ളാഹുവെ, പരിശുദ്ധ ഖുർആനെ ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയുന്നവനാക്കി ഖുർആനെ നീ കൊണ്ടുവരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഖുർആനെ നീ ഉൾപ്പെടുത്തരുത് റബ്ബേ. റഹ്മാനെ റബ്ബേ, കാരുണ്യവാനെ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ നീ ഷിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. നീ നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട്, അതിനെല്ലാം ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, വളരെ വൃത്തികെട്ട അല്ലെങ്കിൽ സാഹചര്യങ്ങളിലുള്ള പൈശാചികമായ പ്രലോഭനങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സത്യത്തിൻ്റെ വഴിയിൽ ഞങ്ങളുടെ പാദങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെ നീ ഉറപ്പിച്ചു നിർത്തണമേ നാഥ. റഹ്മാൻ റബ്ബേ, കാരുണ്യവാന റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എത്രയോ ആളുകളെ നീ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. പലരെയും പല സന്ദർഭങ്ങളിലായിട്ട് നിന്നിലേക്ക് യാത്രയാവുന്നുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണമേ നാഥ. പടച്ച റബ്ബേ, എപ്പോഴാണ് ഞങ്ങളുടെ അവധി എന്നറിയില്ല. ഏത് സമയത്താണെങ്കിലും സന്തോഷത്തോടുകൂടെ ഈമാനോടുകൂടെ നിന്നെ കണ്ടുമുട്ടുവാൻ ഞങ്ങളിൽ ഓരോരുത്തരെയും നീ തുണക്കണമേ റബ്ബേ. അള്ളാഹുവെ, റഹ്മാൻ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകണമേ നാഥ. അവർ ദുനിയാവിൽ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ റബ്ബേ. അവരുടെ എല്ലാ ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തു നഈമിൽ സമ്മേളിപ്പിക്കണമേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അനീതിയുടെയും അതിക്രമത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകൾക്കും മോചനം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ കടുത്ത യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റഹ്മാൻ റബ്ബേ, പിറന്ന നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ അവർക്ക് നീ സംജാതമാക്കണമേ അല്ലാഹ്. അവരെ അവിടുന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്ഥൈര്യം നൽകി, വിജയം നൽകി, സബ്ർ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة
فإنك تعلم خائنة الأعين وما تخفي الصدور ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.